വേദിയിൽ നിഷ്കളങ്കമായ ഒരു മനുഷ്യൻ തബല വായിച്ചുകൊണ്ടിരിക്കുന്നു. കൈവിരലുകളുടെ താളത്തിനൊപ്പം ഇരുവശത്തും ചാഞ്ഞു നിന്ന മുടിയിഴകൾ കൂടെ സംഗീതമാകുന്നു. വേദിയും സദസ്സും അയാളുടെ താളത്തിൽ ലയിക്കുന്നു. പെട്ടെന്ന് മുന്നിൽ അയാൾ മാറ്റിവെച്ച മൈക്ക് താഴേക്ക് വീഴാൻ പോവുകയാണ്. ഏതൊരു കലാകാരനും റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാനും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് വിട്ടുപോകാനും സാധ്യതയുള്ള ഒരു നിമിഷം. അവിടെയും ഒരു കൈയിൽ മൈക്ക് താങ്ങിപ്പിടിച്ച് മനോഹരമായി ചിരിച്ചുകൊണ്ട് അയാൾ തബല വായന തുടരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചതിൽ ദേഷ്യമോ പരിഭവമോ അയാൾക്കില്ല. ഉസ്താദ് സാക്കിർ ഹുസൈൻ ഒരു തബലിസ്റ്റ് മാത്രമല്ല, താളം തെറ്റാത്ത മാനുഷികതയുടെ മുഖം കൂടിയാണ്. സാക്കിർ ഹുസൈൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചത് പിതാവ് അല്ലാരക്കയായിരുന്നു. ഉസ്താദ് അല്ലാരക്കയുടെ കൈകളിലേക്ക് കൈക്കുഞ്ഞായ സാക്കിറിനെ ആദ്യമായി നൽകുമ്പോൾ ആ പിതാവ് കുഞ്ഞിൻ്റെ കാതിലോതിയത് ആത്മീയ മന്ത്രങ്ങളായിരുന്നില്ല, തബലയുടെ ബോലുകളായിരുന്നു. അവിടെ നിന്നാണ് സാക്കിർ ഹുസൈൻ്റെ സംഗീത പഠനം ആരംഭിക്കുന്നത്. തബല ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്ന പിതാവിൻ്റെ മുറിക്കുള്ളിൽ നിന്ന് രാപകലില്ലാതെ ആ കുഞ്ഞു ചെവികൾ താളവും ഈണവും കേട്ടു. 7 വയസ്സായപ്പോഴേക്കും സാക്കിർ സ്കൂളിൽ കച്ചേരികൾ ചെയ്യാൻ തുടങ്ങി. 13-ാം വയസ്സിൽ സ്വന്തം പിതാവിനൊപ്പം സംഗീത സദസ്സുകളുടെ ഭാഗമായി. ഇതിനിടയിൽ പിതാവ് അല്ലാരക്ക തൻ്റെ മകനോട് പറഞ്ഞു, ഒരിക്കലും യജമാനനാകാൻ ശ്രമിക്കരുത്, നല്ല വിദ്യാർത്ഥിയായിരിക്കുക. ആ വാക്കുകളുടെ ലാളിത്യവും വിനയവും അയാൾ ജീവിതം മുഴുവൻ പാലിച്ചു. കണ്ടുമുട്ടിയ എല്ലാ സംഗീതജ്ഞരെയും അയാൾ സ്നേഹം കൊണ്ടും താളം കൊണ്ടും ഹൃദയത്തിൽ സ്വീകരിച്ചു. അവരിൽ നിന്ന് പഠിച്ചു. പിന്നാമ്പുറ വാദ്യമായി പരിഗണിച്ചുകൊണ്ടിരുന്ന ഒരു വാദ്യത്തെ അസാധാരണമായ കഴിവുകൊണ്ട് സിഗ്നേച്ചറാക്കി മാറ്റിയ കഥയാണ് സാക്കിർ ഹുസൈൻ്റേത്. തൻ്റെ 19-ാം വയസ്സിൽ പണ്ഡിറ്റ് രവിശങ്കറിനൊപ്പം ന്യൂയോർക്കിൽ അവതരിപ്പിച്ച പരിപാടിയിലൂടെയാണ് ആദ്യമായി സാക്കിർ ഹുസൈൻ ലോകശ്രദ്ധ നേടുന്നത്. പിന്നീട് ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് തബല എന്ന വാദ്യത്തെ എത്തിക്കുന്നതിലായിരുന്നു ആ പ്രതിഭയുടെ ശ്രദ്ധ. വിശ്വപ്രസിദ്ധ ബാൻഡായ ബീറ്റിൽസിൻ്റെ ഗിറ്റാറിസ്റ്റ് ജോർജ് ഹാരിസണൊപ്പം ചേർന്ന ലിവിങ് ഇൻ മെറ്റീരിയൽ വേൾഡ് ആയിരുന്നു സാക്കിറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് ആൽബം. പിന്നീട് നിരവധി ആൽബങ്ങളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ തന്നെ മുഖമായി തബലവാദനത്തിലൂടെ സാക്കിർ ഹുസൈൻ മാറി. ഗ്രാമി ഉൾപ്പെടെയുള്ള ധാരാളം അംഗീകാരങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആ എളിയ കലാകാരൻ ലഭിച്ചു. രാജ്യം പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി സാക്കിർ ഹുസൈനെ ആദരിച്ചപ്പോഴും അതിനു മുമ്പേ തന്നെ സംഗീത ആസ്വാദകരുടെ മനസ്സിൽ അതിനേക്കാളേറെ ബഹുമതികൾ അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു. പാട്ടിനും പ്രധാന വാദ്യങ്ങൾക്കും മാത്രം ശ്രദ്ധ കൊടുത്തിരുന്ന ഒരു തലമുറയിൽ നിന്ന് പിന്നീട് സാക്കിറിനെ പോലെ തബല വായിക്കാൻ കൊതി തോന്നിയവർ ഒരുപാട് പേരുണ്ടായി. അവരും അയാളെപ്പോലെ അരികിലേക്ക് മുടി നീട്ടി വളർത്തി ആ സംഗീതത്തിൻ്റെ ഭാഗമായി. വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് മലയാളത്തിലും സാക്കിർ ഹുസൈൻ എന്ന പ്രതിഭ അരങ്ങേറിയിട്ടുണ്ട്. കേരളം എങ്ങനെയാണ് തന്നെ ആകർഷിച്ചത് എന്ന ചോദ്യത്തിന് താളത്തെയും ഗസലുകളെയും ഹിന്ദുസ്ഥാനി സംഗീതത്തെയും ഭ്രാന്തമായി സ്നേഹിക്കുന്ന ആളുകളുള്ള കൂട്ടായ്മയോടെയുണ്ടെന്നാണ് സാക്കിറിൻ്റെ മറുപടി. താളത്തെ സ്നേഹിക്കുന്നവർക്ക് സാക്കിർ ഹുസൈൻ്റെ വിടവാങ്ങൽ വലിയ ശൂന്യത തന്നെയാണ്. ഹൃദയമിടിപ്പിൻ്റെ താളത്തിനൊപ്പം അളന്നു സൂക്ഷിക്കാൻ കഴിയുന്ന സ്നേഹം സ്വന്തമാക്കി ആ പ്രതിഭയും അരങ്ങൊഴിയുകയാണ്. പ്രിയ സാക്കിർ, തബലയിൽ നിങ്ങൾ തൊട്ടതൊക്കെയും കാലങ്ങളോളം ആസ്വാദകരുടെ കരളിലുണ്ടാകും.